എന്താണ് ഇപ്പോഴത്തെ തീപിടിച്ച ചർച്ച? ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാനും പരിസ്ഥിതി മലിനീകരണം തടയാനും കേന്ദ്രം എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം അവതരിപ്പിച്ച് 23 വർഷങ്ങൾക്ക് ശേഷമാണ് വിവാദം സത്യത്തിൽ പുകഞ്ഞു തുടങ്ങിയത്. E5ഉം E10ഉം കഴിഞ്ഞ് E20 എത്തിയപ്പോഴേക്കും വിവാദവും കത്തുകയാണ്. എന്താണ് എഥനോൾ തുടക്കമിട്ട വിവാദം? ഇതിന്റെ ഉപയോഗം എഞ്ചിനുകളിൽ ജലാംശം പടരാൻ സാധ്യതയാകുമോ? അറിയാം വിശദമായി. 2001 പരീക്ഷണാടിസ്ഥാനത്തിൽ രാജ്യത്ത് എഥനോൾ പെട്രോളിന്റെ പദ്ധതി ആരംഭിച്ചത്. എന്നാൽ എഥനോൾ ചേർത്ത പെട്രോളിനു പിന്നാലെ ഡീസലിലും ബയോഫ്യൂൽ കലർത്താനുള്ള പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ശക്തമാകുകയാണ്. 20% എഥനോൾ കലർന്ന E20 പെട്രോൾ സുരക്ഷിതമാണെന്നും അതേസമയം വാഹനങ്ങളുടെ മൈലേജ് അല്പമൊന്ന് കുറയുമെന്നുമായിരുന്നു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം നൽകിയ വിശദീകരണം. എഞ്ചിൻ തകരാറിലാക്കുമെന്നും പരിസ്ഥിതിക്ക് ദോഷമാണെന്നും ഇന്ധനത്തിൽ അമിതമായി വെള്ളം ഉപയോഗിക്കുന്നുണ്ടെന്നുമുള്ള വാദം പെട്രോളിയം മന്ത്രാലയം കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. E20 ഇന്ധനത്തിൽ വിവാദം കത്തുമ്പോൾ കേന്ദ്ര നയത്തെ പൂർണ്ണമായും പിന്തുണച്ചും ആരോപണങ്ങളെ പ്രതിരോധിച്ചും പ്രമുഖ വാഹന നിർമ്മാതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. ടൊയോട്ട, മാരുതി സുസുക്കി, ഹീറോ മോട്ടോകോർപ്പ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ E20ക്ക് പിന്തുണ അറിയിച്ചു. ജൂലൈ 4 സർക്കാർ വിളിച്ചു ചേർത്ത സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത വാഹന നിർമ്മാതാക്കളും E20 നയത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. എഥനോൾ വിഷയത്തിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ ഉയരുന്നത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് നേരെയാണ്. അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ വാഹനങ്ങളുമായി സമരം ചെയ്യുമെന്ന് കോൺഗ്രസ് അനുകൂലിയായ തഹസീൻ പൂനാവാല അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എഥനോൾ ഉൽപാദന കമ്പനികൾക്ക് വേണ്ടി ഗഡ്കരി ശക്തമായി വാദിക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ 2 ആൺമക്കൾ എഥനോൾ ഉൽപാദന കമ്പനികളുടെ നേതൃത്വത്തിലുണ്ടെന്നുമുള്ള ആരോപണം കോൺഗ്രസ് ഏറെ കാലമായി ഉയർത്തുന്നുണ്ട്. പുനരുപയോഗ ഊർജം, കാർഷികാനുബന്ധ വ്യവസായം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിലാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ കുടുംബത്തിന്റെ ബിസിനസ്സുകൾ. മക്കളായ നിഖിൽ ഗഡ്കരി, സാരംഗ് ഗഡ്കരി എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. നിഖിലിന്റെ നേതൃത്വത്തിലുള്ള സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ് എഥനോൾ നിർമ്മാണ രംഗത്ത് സജീവമാണ്. ഇളയ മകൻ സാരംഗിന്റെ നേതൃത്വത്തിലുള്ള മാനസ് ഗ്രൂപ്പും എഥനോൾ നിർമ്മാണ രംഗത്തുണ്ട്. പഞ്ചസാര മില്ലുകളാണ് മറ്റൊരു മേഖല. സിയാൻ കമ്പനി വളരെ പെട്ടെന്നാണ് എഥനോൾ മേഖലയിലേക്ക് എത്തിയത്. 2024 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ 18 കോടി രൂപയായിരുന്നു കമ്പനിയുടെ വരുമാനമെങ്കിൽ 2026 ആദ്യ പാദത്തിൽ ഇത് 523 കോടി രൂപയാണ്. കമ്പനിയുടെ ഓഹരി വില 40 നിന്ന് ഒരു ഘട്ടത്തിൽ 3633 രൂപ വരെ എത്തി. ഇപ്പോഴും 1500 മുകളിലാണ് വില. കമ്പനിയുടെ ഓഹരി മൂല്യം 9222 കോടിയായി. പഞ്ചസാര വ്യവസായ രംഗത്തുൾപ്പെടെ സജീവമായിരുന്ന സെഗ്1 സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള കമ്പനികളെ ഇതിനിടെ മാനസ് ഗ്രൂപ്പ് ഏറ്റെടുത്തു. അതേസമയം രാജ്യത്തെ എഥനോൾ നിർമ്മാണത്തിന്റെ 0.50% മാത്രമാണ് തന്റെ മക്കളുടെ കമ്പനിയുടേതെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമാണ് ഗഡ്കരിയുടെ വാദം. പെട്രോളിൽ എഥനോളിന്റെ അളവ് കൂടുന്നതനുസരിച്ച് എഞ്ചിന്റെ പ്രവർത്തനശേഷിയും വ്യത്യാസപ്പെടും. കാർബുറേറ്റർ, മാനിഫോൾഡ് ഇഞ്ചക്ഷൻ തുടങ്ങിയവ ഉപയോഗിക്കുന്ന പെട്രോൾ വാഹനങ്ങളിൽ പ്രകടനത്തിലും ഇന്ധനക്ഷമതയിലും കുറവുണ്ടായേക്കാം. ഇവയിലെ കുറഞ്ഞ കംപ്രഷൻ അനുപാതവും എഥനോൾ ചേർത്ത പെട്രോളിന് അനുയോജ്യമല്ല. എന്നാൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഉള്ളതും ഉയർന്ന കംപ്രഷൻ അനുപാതമുള്ളതുമായ ആധുനിക എഞ്ചിനുകളിൽ മലിനീകരണം കുറയും. BS6 നിബന്ധനകൾ പാലിക്കുന്ന എഞ്ചിനുകൾ E10 ഇന്ധനത്തിന്റെ ഉപയോഗത്തിന് അനുയോജ്യമായി രൂപകൽപ്പന ചെയ്തവയാണ്. E20 ആയാൽ പോലും അവയുടെ പ്രവർത്തനത്തിൽ പ്രത്യക്ഷമായി മാറ്റങ്ങൾ ഉണ്ടാകാനിടയില്ല. എന്നാൽ പഴയതും പുതിയതുമായ എല്ലാ വാഹനങ്ങളെയും ബാധിക്കാനിടയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എഥനോളിന്റെ ചില പ്രത്യേകതകളാണ് E20 പെട്രോളിന് തന്നെ വിനയാകുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്ന സ്വഭാവം എഥനോളിനുണ്ട്. ഇതേ തുടർന്ന് പമ്പുകളുടെ സംഭരണികൾ തൊട്ട് വാഹനത്തിന്റെ ഇന്ധന ടാങ്കുകൾ വരെ പരിധിക്കപ്പുറം ജലാംശം നിർത്താൻ ഇടയുണ്ട്. ഇത് എഞ്ചിനെ ബാധിക്കും. ഡീസൽ എഞ്ചിനുകളിൽ തേയ്മാനം വർദ്ധിക്കുകയും അടിക്കടി അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരികയും ചെയ്യും. പ്രത്യേകം രൂപകൽപ്പന ചെയ്തവയൊഴികെ എല്ലാ വാഹനങ്ങളിലും പരിപാലന ചെലവുകൾ വർദ്ധിച്ചതായാണ് 1931 മുതൽ എഥനോൾ മിശ്രിതം ഉപയോഗിക്കുന്ന ബ്രസീലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. പഴയ വാഹനങ്ങൾ E20ക്ക് അനുയോജ്യമാക്കിയെടുക്കുക ചെലവേറിയതും അപ്രായോഗികവുമാണ്. ബ്രസീലിലും അമേരിക്കയിലും ഇന്ധനവും എഥനോളും പ്രത്യേകമായി പമ്പിലെത്തിച്ചാണ് മിശ്രിതം തയ്യാറാക്കുന്നത്. എന്നാൽ ഇവിടെ പെട്രോളിയം കമ്പനികൾ മിശ്രിതം തയ്യാറാക്കി പമ്പുകളിൽ എത്തിക്കുകയാണ്. ഇങ്ങനെയാകുമ്പോൾ ജലാംശം കലരാനും തന്മൂലം പ്രതീക്ഷിച്ച ഫലം ലഭിക്കാതിരിക്കാനുമുള്ള സാധ്യത ഏറെയാണ്.
ഇന്ത്യയുടെ എഥനോൾ മിശ്രണ പരിപാടിയിൽ US-നും താല്പര്യമുണ്ട്. ഇന്ത്യ-US വ്യാപാര കരാറിന്റെ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ ഈ രംഗത്ത് നടക്കുന്ന ഓരോ നീക്കവും ശ്രദ്ധേയമാണ്. 2030-ൽ പെട്രോളിൽ എഥനോളിന്റെ തോത് 20% ഇന്ത്യ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത് 2025-ൽ തന്നെ നടപ്പാക്കാൻ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. ഈ നീക്കത്തെ സ്വാഗതം ചെയ്ത രാജ്യമാണ് US. വലിയ ഇന്ധനക്ഷമത ആവശ്യമുള്ള കാറുകളിലും മറ്റും ഉപയോഗിക്കുന്ന ഒക്ടേൻ വാല്യൂ 100 ഉള്ള പെട്രോളിൽ മാത്രമാണ് നിലവിൽ എഥനോൾ ചേർക്കാത്തത്. ഇന്ത്യൻ ഓയിലിന്റെ XP 100 പ്രീമിയം പെട്രോളിലും ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ പവർ 100 പെട്രോളിലും ഭാരത് പെട്രോളിയത്തിന്റെ സ്പീഡ് 100 പെട്രോളിലുമാണ് എഥനോൾ ഒഴിവാക്കിയിട്ടുള്ളത്. സ്പോർട്സ് കാറുകൾ പോലെ ഉയർന്ന പ്രകടനമുള്ള എഞ്ചിനുകളിലാണ് ഇത്തരം പെട്രോൾ ഉപയോഗിക്കുന്നത്. കേരളത്തിൽ ചുരുക്കം ചില പമ്പുകളിൽ മാത്രമാണ് ഇതിന്റെ വിൽപ്പനയുള്ളത്. വില സാധാരണ പെട്രോളിനെ അപേക്ഷിച്ച് കൂടുതലാണ്. ലിറ്ററിന് ഏകദേശം 150 രൂപ മുതൽ 170 രൂപ വരെ.